നമുക്കറിയാം കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ ആകെ പരിഭ്രാന്തിയായിരുന്നു എന്നുള്ളതാണ്. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന വാർത്ത പരക്കെ പടർന്നതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു പരിഭ്രാന്തി മിഡിൽ ഈസ്റ്റിൽ ആകെ ഉയർന്നത്. പ്രത്യേകിച്ച് മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ ബേസിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കുവാൻ അമേരിക്ക ആവശ്യപ്പെട്ടതിനെ തുടർന്നും ഇത്തരത്തിലുള്ള പല അടയാളങ്ങളും കണ്ടതിനെ തുടർന്ന് ഈ ഇറാൻ എയർബേസ് അടക്കുകയും അതുപോലെ തന്നെ എല്ലാ രീതിയിലും അമേരിക്കക്ക് പ്രതികാരം ചെയ്യാൻ ഇറാൻ സൈന്യം ഒരുങ്ങി നിന്നതും മറ്റുമൊക്കെ മേഖലയിൽ ആകെ ഒരു യുദ്ധഭീതി പടർന്നിരുന്നു. എന്നാൽ ഇറാന്റെ വിഷയത്തിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം ഇറാനിൽ രണ്ട് കാര്യങ്ങളാണ് അമേരിക്ക ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, ഇറാനിലെ പ്രക്ഷോഭം ആളിക്കത്തിച്ചുകൊണ്ട് അവിടെ ഒരു റിജീം ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുക, ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് കൃത്യമായും ഇറാനിലെ പ്രക്ഷോഭങ്ങൾ കെട്ടടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനിൽ ഉടനീളം സൈന്യമിറങ്ങിയിരിക്കുന്നു. ടെഹ്റാനിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഒന്നാമത് ഈ യുദ്ധഭീഷണിയും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൈന്യം എല്ലാ രീതിയിലും ഈ ടെഹ്റാനെയും ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിലും ഒക്കെ സെക്യൂരിറ്റി കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയും സൈന്യത്തിൻ്റെ ചെക്ക് പോസ്റ്റുകളും എവിടെയും സൈന്യം നിരീക്ഷിക്കുന്ന രീതിയിലുമാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഉദ്ദേശിച്ച ഒരു പ്രക്ഷോഭം, അതായത് വളരെ അപകടാവസ്ഥയിലേക്ക് പ്രക്ഷോഭത്തെ കൊണ്ടുപോകുകയും അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭം കെട്ടടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വിഷയത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ അമേരിക്ക ചെയ്തു കൂട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ താൽക്കാലികമായി ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയില്ലെന്ന് പറഞ്ഞതോടെ ഇറാൻ കൊല്ലുന്നത് നിർത്തിയിരിക്കുന്നു എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ പറഞ്ഞത്. അതായത് ഇറാൻ ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രക്ഷോഭത്തിൽ നിരവധി ആളുകളെ ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ആളുകളെയൊക്കെ കൊല്ലുമെന്ന ഭീതി അമേരിക്കൻ മാധ്യമങ്ങൾ പടർത്തുകയും എന്നതിന് ശേഷം യുദ്ധത്തിലേക്ക് പോകുകയും യുദ്ധം തുടങ്ങാൻ നോക്കുന്നതിന് മുമ്പ് യുദ്ധത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് പിൻവലിയുകയും ഉടനെ തന്നെ ഇറാൻ കൊല്ലുന്നത്, അറസ്റ്റ് ചെയ്തവരെ കൊല്ലുന്നത് നിർത്തിയിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി എനിക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുമായിരുന്നു. എന്നാൽ അതിനെതിരെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വളരെ കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പദ്ധതിയെ ഇറാൻ ഇല്ലായിരുന്നു. അങ്ങനെയൊരു കൊലപാതകം, പ്രക്ഷോഭം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയവരെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു പദ്ധതി തന്നെ ഇറാനില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി വളരെ കൃത്യമായി അബ്ബാസ് അറാക്ചി പറഞ്ഞു എന്നുള്ളതാണ്. അബ്ബാസ് അറാക്ചി ഇന്നലെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ ഫോണിൽ വിളിക്കുകയും ഇറാനിലെ സംഭവ വികാസങ്ങൾ, ഇറാനിൽ ഇത്തരത്തിലൊരു സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന്, പണപ്പെരുപ്പത്തെ തുടർന്നുണ്ടായ ഈ ഒരു പ്രക്ഷോഭത്തെ ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെട്ടുകൊണ്ട് ആയുധം കൊടുത്തുകൊണ്ട് അതൊരു ഭരണവിരുദ്ധ വികാരമാക്കി മാറ്റി അവിടെ വളരെ വലിയ കോലാഹലം സൃഷ്ടിച്ച് ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതായി ആരോപിച്ചു എന്നുള്ളതാണ്. തീവ്രവാദികളെ ഇറാനിൽ നിർമ്മിക്കുകയും ഇറാനിൽ ആകെ അരക്ഷിതാവസ്ഥയുണ്ടാക്കുവാൻ US ശ്രമിക്കുന്നു എന്നും ഈ ഗുട്ടറസിനെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്നാൽ ഗുട്ടറസ് വളരെ കൃത്യമായി പറഞ്ഞു, കാര്യങ്ങൾ ശാന്തിയോടുകൂടെ കൊണ്ടുപോകണം, പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്ന രീതി സ്വീകരിക്കരുത്. അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളും ഗുട്ടറസ് മുന്നോട്ട് വെച്ചു. ഞാനിത് സംസാരിക്കുന്ന സമയത്ത് UN-ൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ, ഇറാനിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനാവശ്യമായി US വിളിച്ചു ചേർത്ത എമർജൻസി യോഗമാണ് മീറ്റിംഗ് ഇപ്പോൾ UN-ൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും US-ന്റെ രണ്ട് ഉദ്ദേശങ്ങളിൽ ഒന്ന്, അതായത് ഈ റിജീം ചേഞ്ച്, ആ പ്രക്ഷോഭം ആളിക്കത്തിക്കുക എന്നുള്ള വിഷയം പാടെ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. രണ്ടാമത് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇറാനെ ആക്രമിക്കുന്നതിലേക്ക് US കടക്കുമ്പോഴാണ് മിഡിൽ ഈസ്റ്റിലെ 4 രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുകയും മേഖലയിലെ കാര്യങ്ങൾ വിശദീകരിച്ച് ട്രംപിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഇറാനെ ഇപ്പോൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങളെ നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ
മിഡിൽ ഈസ്റ്റിലെ നിങ്ങളുടെ എയർബേസുകൾ ഞങ്ങൾ തീർച്ചയായും അടിച്ച് തകർക്കുമെന്നുള്ളത്. അത്തരത്തിൽ ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം നിസ്സംശയം പറയാവുന്നതാണ്. ആ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ വളരെ സമാധാനത്തോടുകൂടെ കഴിയുന്ന, സാമ്പത്തിക രീതിയിൽ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ കൃത്യമായ അശാന്തി ഉണ്ടാവുമെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തിയതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധത്തിൽ നിന്ന് ട്രംപ് പിൻവലിഞ്ഞത് എന്ന് തന്നെ വേണം പറയാൻ. ഈ യുദ്ധത്തിന് ഏറ്റവും ആവശ്യക്കാരൻ നെതന്യാഹുവാണ്. ട്രംപ് ഈ യുദ്ധത്തിൽ നിന്ന് പിൻവലിഞ്ഞതിന് ശേഷവും, ഞാനിത് സംസാരിക്കുമ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ ബെന്യാമിൻ നെതന്യാഹു വീണ്ടും യുദ്ധത്തിലേക്ക് ട്രംപിനെ കൊണ്ടുപോകാൻ പുഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആവർത്തിച്ച് യുദ്ധത്തിലേക്ക് ട്രംപിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുക. അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി നമുക്കറിയാം, ഇസ്രായേൽ അടിച്ച് തകർത്തു കളയും ഇറാൻ എന്നുള്ളതാണ്. അത് ഇസ്രായേലിന് താങ്ങാവുന്നതിലും അപ്പുറത്തായിരിക്കും. കഴിഞ്ഞ ജൂണിൽ നടന്ന ആക്രമണത്തിൽ തന്നെ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിലെ പല തന്ത്രപ്രധാന നഗരങ്ങളും ഹൈഫയടക്കം അടിച്ച് തകർക്കുകയും ഒരുപാട് സൈനിക കെട്ടിടങ്ങളെയും സൈനിക താവളങ്ങളെയും എന്തിലധികം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഇറാൻ മിസൈലുകൾ അടിച്ചു തകർത്തു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനോട് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇസ്രായേലിന് താങ്ങാവുന്നതിലും അപ്പുറത്തായിരിക്കും. അത് ഇറാൻ അടിച്ച് തകർത്തു കളയും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അമേരിക്ക ചേർന്നുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇറാനെ അമേരിക്ക ചേർന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അതായത് അമേരിക്കയുടെ കൃത്യമായ സഖ്യരാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയും തീർച്ചയായും ഗൾഫ് രാജ്യങ്ങളിൽ അശാന്തി പടരുകയും ചെയ്യും. അത് ബോധ്യപ്പെടുത്തി ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിലെ 4 രാജ്യങ്ങൾ ട്രംപിനെ വിളിച്ച് ബോധ്യപ്പെടുത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് യുദ്ധത്തിൽ നിന്ന് തൽക്കാലം ട്രംപ് പിൻവലിഞ്ഞത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്, വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ് ഈ കാര്യങ്ങൾ. വളരെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന GCC രാജ്യങ്ങൾ എന്തുകൊണ്ടും ഇറാനെ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ അശാന്തിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇറാന്റെ വിഷയത്തിൽ ഈ 2 കാര്യങ്ങളിലും, ഇറാനിലെ പ്രക്ഷോഭങ്ങളിലും ഇറാനെ അടിക്കുന്നതിലും അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങൾ അവസരങ്ങൾ ഒത്തുവന്നാൽ മാത്രം പോരാ, കാലാവസ്ഥയും കൂടി ഒത്തുവരുമ്പോഴാണല്ലോ ഒരു കാര്യത്തിലേക്ക് യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാൻ കഴിയുക. അമേരിക്ക ഈ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ അശാന്തിയിലേക്ക് പോകുമെന്നുള്ളത് ഒരു കാലാവസ്ഥ അനുയോജ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇറാനെ പെട്ടെന്ന് ആക്രമിക്കുവാൻ അമേരിക്കക്ക് കഴിയില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ അതുമാത്രവുമല്ല, വെനിസ്വലയിൽ ഇടപെട്ട് മൊഡോറോയെ പിടിച്ച് ഒരു അർദ്ധരാത്രി ഉറങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോൾ പിടിച്ചു കൊണ്ടുവന്നതുപോലെ ഇറാൻ എന്ന് പറയുന്ന വളരെ കൃത്യമായി IRGC പോലെയുള്ള തന്ത്രപ്രധാനമായ ഒരു സൈന്യമുള്ള, അതും സൈന്യത്തിൻ്റെ ആൾബലം തന്നെ ലോകത്ത് തന്നെ എണ്ണപ്പെടാവുന്ന രീതിയിലുള്ള ഒരു വലിയ സൈന്യമുള്ള ഒരു രാജ്യവും ഒരുപാട് പൈതൃകങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വളരെ വലിയ ഹിസ്റ്ററിയുള്ള ഒരു രാജ്യവും അമേരിക്കയെ പോലും പല ഓപ്പറേഷനുകളിലും പരാജയപ്പെടുത്തിയ ചരിത്രമുള്ള ഒരു രാജ്യവും കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ ലോകത്തിന് പോലും അറിയില്ല ഇറാൻ്റെ കയ്യിൽ എത്ര ആയുധമുണ്ടെന്ന്, ഇറാൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന്. ഇറാൻ ആണവ പോർമുനയുള്ള മിസൈൽ നിർമ്മിച്ചിട്ടുണ്ടോ, ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞോ എന്നതുപോലും ലോകത്തിന് അറിയാത്ത വിഷയമാണ്. അപ്പോൾ ഇറാനിൽ ഇടപെടുന്ന സമയത്ത് ഒരു വട്ടമല്ല 10 വട്ടം ആലോചിച്ചിട്ട് വേണം ഇടപെടാൻ, അത് അമേരിക്കയാണെങ്കിൽ പോലും എന്നുള്ളതാണ്. അതാണ് ഇറാനിൽ ആക്രമണം നടത്തും, ഇന്ന് നടത്തും, നാളെ നടത്തും, ആക്രമണം തൽക്കാലം ഇല്ല എന്നൊക്കെയുള്ള പല രീതിയിലുള്ള കമൻറ്റുകളും വരുന്നത്. ഇത് വെനിൻസുലയല്ല, ഇത് ഇറാനാണ്. തീർച്ചയായും ഇറാനിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയുള്ള മെസ്സേജാണ് ഇത് നൽകുന്നത്. തൽക്കാലം നമുക്ക് വീണ്ടും കാണാം.